നമസ്കാരം. ഇന്നത്തെ നെയിം അനാലിസിസ് ആരംഭിക്കുന്നതിന് മുൻപായി ഒരു സുപ്രധാന വിവരം നിങ്ങളെ ധരിപ്പിക്കുകയാണ്. അതായത്, ന്യൂമറോളജി എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഇത് കുട്ടികൾക്ക് പേരിടുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പേരിടുന്ന ഒരു വിദ്യയാണ് അല്ലെങ്കിൽ ഒരു അറിവാണ് എന്നായിരിക്കും. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഇതൊരു സാധാരണക്കാരന് അവൻ്റെ നിത്യജീവിതത്തിൽ അവൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൂൾ ആണ് എന്ന് നമ്മുടെ സമൂഹത്തിൽ പലർക്കും അറിയില്ല. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ സ്വയം വിലയിരുത്തുന്നതിലൂടെ എന്തുമാത്രം സ്വാധീനമാണ് ഈ ഒരു ശാസ്ത്രം നിങ്ങളുടെ നിത്യജീവിതത്തിൽ ചെലുത്തുന്നതെന്നും ഈ ഒരു വിദ്യ സ്വായത്തമാക്കുന്നതിലൂടെ നിങ്ങൾക്കിതിനെ എങ്ങനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നത്. ഞാൻ എൻ്റെ ബുക്കുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വിദ്യ നിങ്ങൾ സ്വായത്തമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളോട് എങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്യുന്നു, അതായത് ബന്ധുക്കളാവട്ടെ അല്ലെങ്കിൽ നെയ്ബറാവട്ടെ, അതുമല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഇടപഴകുന്ന ഒരു വ്യക്തി അവരുടെ സ്വഭാവം കൊണ്ട് എത്തരക്കാരാണെന്നും അവരുടെ മനസ്സിലുള്ള ഇൻറ്റൻഷൻ എന്താണെന്നും അവരുടെ വികാര പ്രകടനങ്ങൾ അത് സത്യസന്ധമാണോ കപടമാണോ എന്ന് അവരുടെ പേരുകളിലൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ എടുക്കുവാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ പുതുതായി ജോലിക്ക് വരുന്ന ഒരു സെർവൻറ്റ്, അതുമല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ റിക്രൂട്ട് ചെയ്ത ഒരു എംപ്ലോയി, അവരുടെ പേരുകൾ അനലൈസ് ചെയ്യുന്നതിലൂടെ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ പുതുതായി പാർട്ണർഷിപ്പിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ്, അതിൽ പങ്കാളികളായവരുടെ പേരുകൾ വിശകലനം ചെയ്യുന്നതിലൂടെ ഒപ്പം കമ്പനിയുടെ പുതിയ പേര് പരിശോധിക്കുന്നതിലൂടെ വിജയമോ പരാജയമോ മുൻകൂട്ടി കാണാൻ കഴിയുന്നതാണ്. അതുവഴി അപ്രതീക്ഷിത നഷ്ടങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും. ജാതക പൊരുത്തം നോക്കി വിവാഹത്തിലേർപ്പെടുന്ന പല ദമ്പതികളും ഇന്ന് കലഹത്തിലേക്കും തുടർന്ന് ഡിവോഴ്സിലേക്കും പോകുന്നത് ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ ഒരു ബുക്കിലൂടെ അവർക്കിടയിലുണ്ടായ കാരണങ്ങളും തുടർന്ന് അതിനുള്ള പരിഹാരങ്ങളും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കരിയറിനനുസരിച്ചുള്ള ഒരു പേരാണോ നിങ്ങൾക്കുള്ളത്, അഥവാ നിങ്ങളുടെ പേരിന് യോജിക്കുന്ന ഒരു കരിയർ നിങ്ങൾ അന്വേഷിക്കുകയാണോ? ഇത് രണ്ടും ഈ ഒരു ശാസ്ത്രം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. എല്ലാ പേരുകളിലും അതുമായി ബന്ധപ്പെട്ട മനുഷ്യരെ സ്വാധീനിക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. വ്യക്തിയുടെ പേരും അയാളുടെ വീട്ടുപേരും പരസ്പരം ചേർച്ചയുള്ളതാണോ? അയാൾ വസിക്കുന്ന സ്ഥലപ്പേര് വ്യക്തിയുടെ പേരിനും വീട്ടുപേരിനും യോജിച്ചതാണോ? അനുയോജ്യമല്ല എങ്കിൽ ഏതു രീതിയിലുള്ള അനുഭവമായിരിക്കും? അതിന് എന്തെല്ലാം മുൻകരുതലുകൾ എടുത്തുകൊണ്ട് അവിടെ ജീവിക്കേണ്ടതായുണ്ട് എന്നെല്ലാം ഈ ബുക്ക് കൃത്യമായി കാണിച്ചു തരും. ഇത്തരത്തിൽ അനവധി സാധ്യതകളാണ് ഈ ഒരു ശാസ്ത്രശാഖയ്ക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉള്ളത്. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നെയിം അനാലിസിസിൽ മറ്റൊരു വ്യക്തിയുടെ പേരുമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട നടൻ ദിലീപ്. അദ്ദേഹത്തിന് ഒഫീഷ്യൽ നെയിം മറ്റെന്തോ ആണെങ്കിൽ കൂടിയും ദിലീപ് എന്ന പേരിലാണ് ജനകോടികളാൽ അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. ദിലീപിൻ്റെ പേര് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇരുണ്ട വഴികളിലൂടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം? അതിലെ കേസും വഴക്കും ജയിൽ ശിക്ഷയും പോലീസ് സ്റ്റേഷനും എല്ലാം അനുഭവിക്കേണ്ടി വന്നു. ഇപ്പോഴും സംശയത്തിൻ്റെ മുൾമുനയിലാണ് അദ്ദേഹം, കുറ്റം ആരോപിതനാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അത് എല്ലാം ഈ ദിലീപിലൂടെ. കാരണം ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ഒരു വ്യക്തിയുടെ പേരിൻ്റെ സ്വാധീനം അദ്ദേഹത്തിലേക്ക് വരുന്നത് എത്രത്തോളം ആളുകൾ വിളിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ്. കൂടുതൽ ആൾക്കാർ അതിൽ വിളിക്കപ്പെടുകയാണെങ്കിൽ അതിന് ഭയങ്കര പവറായിരിക്കും. അതേസമയം ഇതേ പേരുള്ള നാട്ടിൻപുറത്തുകാരനൊരു പയ്യന് അവനൊരു പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നില്ല. അതിൻ്റെ മറ്റു രീതിയിലുള്ള സന്ദർഭങ്ങളൊക്കെ ആയിരിക്കും അദ്ദേഹത്തിലൂടെ കടന്നു പോകുന്നത്. കാരണം കുറച്ച് പേരാൽ 10-500 പേരാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയും ലോകം മൊത്തം അറിയപ്പെടുന്ന വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതേ പേര് തന്നെ ദോഷകരമായതുകൊണ്ട് അത് കുറച്ച് പേരാൽ വിളിക്കപ്പെടുന്ന വ്യക്തിയിൽ അത് സിവിയറായിട്ട് മാറുന്നില്ല, പരിഹരിക്കാവുന്നതായിട്ട് ഒരു പക്ഷേ മാറിയേക്കാം. അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാകാം. എന്നാൽ ലോകം മൊത്തം അറിയപ്പെടുന്ന വ്യക്തിയിൽ ദിലീപിനെ പോലെ, മോഹൻലാലിനെ പോലെ, മമ്മൂട്ടിയെ പോലെയൊക്കെ ഉള്ളവർക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാ മലയാളികളും മറ്റു ഭാഷക്കാരും ഒക്കെ അവരെ പെട്ടെന്ന് മനസ്സിലാക്കും ഇന്ന വ്യക്തിയെക്കുറിച്ചാണ് എന്നുള്ള ഒരു ചിത്രം മനസ്സിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദിലീപിന് നേരത്തെ ഉണ്ടായിരുന്ന പേര് ഗുണമാണോ ദോഷമാണോ എന്ന് നമ്മളിവിടെ പരിശോധിക്കുന്നില്ല. പക്ഷേ സിനിമയിലേക്ക് വന്നപ്പോഴേക്ക് ഈ ദിലീപ് എന്ന പേര് DILEEP എന്നുള്ള പേരിട്ടപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. ദിലീപിൻ്റെ മാനസിക നമ്പർ 6 ആണ്. മാനസികം അഥവാ മെൻ്റൽ നമ്പർ. കാർമിക നമ്പർ അതിൻ്റെ വാല്യൂ എല്ലാം കൂടെ എഴുതി 4 1 5 3 8 5 13 18 തൊട്ട് 26 എന്ന് പറയുന്ന നമ്പർ വന്നു.
അത് ശനിയുടെ നമ്പറാണ്. മൂന്നാമത് 6ഉം 26ഉം കൂടെ കൂട്ടിയപ്പോൾ 32. ഈ 32ഉം 26ഉം 6ഉമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായി പ്രതിഫലിക്കുന്നത്. മാനസിക നമ്പർ 6നെ കുറിച്ച് നമുക്കിപ്പോൾ തൽക്കാലം ഒന്ന് ബുക്കിലൂടെ മനസ്സിലാക്കാം. നമ്മൾ വെളിയിൽ നിന്ന് ഉൾക്കൊള്ളുന്ന സംഗതികൾ പലരും പല രൂപത്തിലാണ് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അത് മനസ്സിലാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആകർഷകത്വം തോന്നുന്ന സംഗതികൾ അതെല്ലാം മനസ്സിൻ്റെ കാരകത്വമാണ്. നമ്മളെ മനസ്സ് പറയുന്നത് പോലെയാണല്ലോ ചെയ്യുക. മനസ്സ് ഒരു ഡ്രൈവറെ പോലെയാണ്. ആ ഡ്രൈവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അയാളുടെ കൈകാലുകൾ ചലിക്കുന്നത് കൊണ്ടാണ് ആ വാഹനം സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോവുകയും എത്തേണ്ടിടത്ത് എത്തിച്ചേരുന്നത് ഡെസ്റ്റിനിയാണ്. അപ്പം മനസ്സ് ഡ്രൈവർ ചെയ്യുന്ന കർമ്മം, വാഹനം ഓടിക്കുന്ന കർമ്മം, കാർമിക് നമ്പർ, അതുപോലെ എത്തിച്ചേരുന്ന ആത്യന്തിക വിധി അഥവാ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നാം ചെന്നെത്തുന്ന സ്ഥലമാണ്. 3 അവസ്ഥകളില്ലാത്ത ഒരു കർമ്മവും ഇല്ല. അത് പേരിനകത്തായാലും എന്തിലായാലും. അതായത് മനസ്സ് പറയുന്നത് പോലെ ചെയ്യുക. ഉദാഹരണം, രാവിലെ നമുക്ക് കുറേ പത്രക്കെട്ടുകൾ അങ്ങനെ അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നു. അതെല്ലാം കൂടെ അടുക്കി ആക്രിക്ക് കൊടുത്ത് കാശാക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ എടുക്കുന്ന തീരുമാനം നമ്മുടെ മാനസിക തലമാണ്. പിന്നീട് അത് നന്നായിട്ട് അടുക്കി ഒതുക്കി വൃത്തിയാക്കി വെക്കുക എന്ന് പറയുന്നത്, അങ്ങോട്ടേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കാർമ്മികമാണ്. അവിടെ ചെല്ലുമ്പോൾ അത് തൂക്കി നോക്കി അതിനുള്ള പ്രതിഫലം നമുക്ക് തരുന്നത് അത് ആത്യന്തിക വിധിയാണ്. ഓരോ ആക്ഷനും നമുക്ക് അതിൻ്റേതായിട്ടുള്ള കർമ്മ വിധി, ആത്യന്തിക വിധി അല്ലെങ്കിൽ ഉണ്ട്. അപ്പോൾ ആത്യന്തികമെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ അന്തിമ വിധിയായിട്ടല്ല, ഓരോ വിധിക്കും ഉണ്ടാകുന്ന, ഓരോ കർമ്മത്തിനും ഉണ്ടാകുന്ന വിധിയായിട്ടാണ്. അപ്പം ഇവിടെ കർമ്മരംഗത്തെ ദിലീപ് എന്ന പേരുള്ള ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായെന്ന് നമുക്കിപ്പോഴും നോക്കാം. അപ്പം ആദ്യം മനസ്സിൻ്റെ കാരകത്വമായ 6നെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഇത് കൂടുതലായിട്ടും ഞാൻ ബുക്കിൽ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ എത്രമാത്രം ഇതിന് കൃത്യമായി വരുന്നു എന്നുള്ളതെന്ന് നിങ്ങൾക്ക് ഒരു അവബോധം ചെലുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഇല്ലാത്ത കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ജീവിതത്തിൽ നടക്കുന്നതാണെങ്കിൽ ഈ ബുക്കിൻ്റെ ഈ പേരുകൾക്കാണ് ഇതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി, പേരുകളാണ് നമുക്ക് വിധിക്ക് കാരണമാകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് മനസ്സിലാക്കുക. അപ്പം 6നെ കുറിച്ച് നമുക്ക് നോക്കാം. ഞാനിവിടെ എല്ലാമൊന്നും വായിക്കുന്നില്ല. അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് നമ്പർ 6 വരെ അങ്ങേയറ്റം ആകർഷകത്വമുള്ളവരാണ്. മറ്റുള്ളവരെ അവർ തന്നിലേക്ക് ആകർഷിക്കാറുണ്ട്. തങ്ങളുടെ കീഴിലുള്ളവരുടെ സ്നേഹവും ആരാധനയും പിടിച്ചു പറ്റാൻ അവർക്ക് പലപ്പോഴും സാധിക്കാറുണ്ട്. തീരുമാനിച്ച പദ്ധതികൾ നടപ്പിൽ വരുത്താൻ അവർക്ക് വളരെ നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയുള്ള, മർക്കടമുഷ്ടിയുള്ള, ആർക്കും വഴങ്ങാത്ത പ്രകൃതമാണ് 6കാർക്കുള്ളത്. അതിൻ്റെയൊക്കെ ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു നിർബന്ധം എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് പല വെറൈറ്റിയിലുള്ളത് അദ്ദേഹം ചെയ്തു. അതെല്ലാം ഈ 6ൻ്റെ മനോഭാവം ഉള്ളതുകൊണ്ടാണ്. അതൊരു കഥാപാത്രം തന്നാൽ കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ധൈര്യം ഉണ്ടാകില്ല. അദ്ദേഹം എടുത്തിട്ടുള്ള പല കഥാപാത്രങ്ങളും അഭിനയിച്ച് ഫലിപ്പിക്കുവാൻ മറ്റവരാരും മുന്നോട്ട് വന്നില്ല. അവിടെയാണ് ആ ചിന്തിച്ച കാര്യം, എടുക്കുന്ന തീരുമാനത്തിൽ ഭയങ്കര നിശ്ചയദാർഢ്യമാണ് അല്ലേ. ചാന്തുപൊട്ടിലൊക്കെ അഭിനയിക്കാൻ വേറൊരാളെ വിളിച്ചാൽ നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷേ അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട്, ചാന്തുപൊട്ട് അതുപോലെ കുഞ്ഞിക്കൂനൻ, ഇതിനകത്തൊക്കെ അഭിനയിച്ചത് നമുക്ക് ആ വെറൈറ്റി, അങ്ങനെ ധാരാളം വെറൈറ്റികൾ മറ്റാരും തൊടാൻ പോലും മടിക്കുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്ത് ഫലിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു 6ൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ്. അടുത്തത്, മറ്റുള്ളവർ തങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി നമ്പർ 6കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അസൂയ, കുശുമ്പ്, സ്പർദ്ധ, കലഹം എന്നിവർക്ക് വേണ്ടി നിലകൊള്ളുവാൻ അവരെ കിട്ടില്ല. കോപം വന്നാൽ എതിരാളികളോട് പൊറുക്കാൻ നമ്പർ 6കാർ തയ്യാറാകണമെന്നില്ല. അതുപോലെ തന്നെ ധാർമ്മികതയൊക്കെ മാറ്റിവെച്ച് അവസാന നിമിഷം വരെ അവരുമായി ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹത്തിന് വർഷങ്ങളോളം ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. അതൊരു വലിയ സത്യമാണ്. കാരണം ഇപ്പോഴും അദ്ദേഹം തല കുനിക്കാൻ തയ്യാറല്ല. അദ്ദേഹം ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. തനിക്കൊരു തോൽവി ഉണ്ടാകുന്നതിന്, അല്ലെങ്കിൽ തന്നെ അപമാനിച്ച്, ആരോപണമാണല്ലോ, കുറ്റം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അപ്പോൾ ആരോപണത്തിന് വിധേയമാകാൻ തയ്യാറല്ല എന്നുള്ളത് അദ്ദേഹം സ്പഷ്ടമാക്കുന്ന ഇതിനു വേണ്ടിയിട്ട് വർഷങ്ങളോളം അദ്ദേഹം ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ്, വക്കീലിനെ വെച്ചും കോടതിയിലും മറ്റുമായിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. ഇനി രണ്ടാമത്, ഇത് മാനസികമാണ്. അതുകൊണ്ട് മാനസിക തലത്തിലുള്ള കടന്നു പോകുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും കാണേണ്ടത്. അത് കാർമ്മികമായിട്ട് വരുമ്പോൾ മാത്രമാണ് അത് കർമ്മത്തിലൂടെ പോകുന്നത്. ഇത് മാനസികം വരുമ്പോൾ മനോനിലയിലാണ് അതിൻ്റെ ഇത്. ഇവർ മനോവികാരങ്ങളാൽ ഭരിക്കപ്പെടുന്നവരാണ്. ശുക്രൻ്റെ നിയന്ത്രണത്തിലുള്ള ഇവരുടെ മനസ്സ് ആനന്ദം, ആഗ്രഹം, സുഖം, വിനോദം, ഉല്ലാസം, രസം, വിഷയസുഖം എന്നിവയിൽ മുഴുകുകയും പ്രണയവർണ്ണന, സാഹിത്യം, കവിത എന്നിവയിൽ തൽപരരാകപ്പെടുകയും ചെയ്യും.
മനസ്സിൻ്റെ താഴ്ന്ന തലത്തിലാണ് വരുന്നതെങ്കിൽ വ്യക്തിയിൽ കാമവിഷയങ്ങളിൽ ഉള്ള ആസക്തിയാണ് ഉണ്ടാകുന്നത്. ഉയർന്ന തലത്തിൽ ഉത്കൃഷ്ടമായ കാര്യങ്ങളുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് താഴ്ന്ന തലത്തിലേക്ക് ഈ മനസ്സ് മാറാനുള്ള കാരണം എന്നതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രമാണ് 26 ആയിട്ട് വന്നിരിക്കുന്നത്. കർമ്മത്തിലാണ് ആ പ്രശ്നം വന്നത്. മനോനിലയിൽ സൗന്ദര്യവും മറ്റു കാര്യങ്ങളും, ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ ഫീൽഡ്, സ്വർണം, ഗോൾഡ്, റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസ്, പ്രോപ്പർട്ടി ഡീലിങ്സ് എല്ലാം ശുക്രൻ്റേതാണ്. ഇപ്പോൾ ശുക്രൻ റിസോർട്ടുകളെല്ലാം പണിയുന്നതൊക്കെ ശുക്രനാണ്, മനോഹരമായ സ്ഥലങ്ങളെക്കുറിച്ചാണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന മറ്റൊരു സംഭവം എന്താണ്? 26 എന്ന് പറയുന്ന നമ്പറാണ്. 26 അദ്ദേഹത്തിൻ്റെ കർമ്മത്തിൽ വന്നു. ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന സംഖ്യ. അത് നെഗറ്റീവാണ്. ശനിയുടെ ഏറ്റവും അധാർമികമായ നെഗറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇത് അദ്ദേഹം ഈ പേരിട്ടത് വഴിയാണ് അദ്ദേഹത്തിന് അത് വന്നു ചേർന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓരോ വ്യക്തിക്കും പേരിടുമ്പോൾ ആ പേരിനകത്തൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഗുണദോഷങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ ആ 26ൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാവുന്നു ശുക്രൻ എന്ന് പറയുന്ന മാനസിക നമ്പറായിട്ടുള്ള 6 എങ്ങനെ നെഗറ്റീവായിട്ട് മാറി താഴ്ന്ന തട്ടിലേക്ക് പോയി എന്നുള്ളത്. അപ്പോൾ അതിനുള്ള യോഗം വരണമെങ്കിൽ അത് താഴ്ന്ന തട്ടിലേക്ക് പോയെങ്കിലേ പറ്റൂ. ഇപ്പോൾ പോലീസ് സ്റ്റേഷനും കോടതി വ്യവഹാരങ്ങളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കാര്യങ്ങളെ താഴ്ന്ന തട്ടിലേക്ക് കൊണ്ടുപോയെങ്കിലേ പറ്റത്തുള്ളൂ. കുറ്റവാളിയുടെ ഒരു ഇമേജ് ഉണ്ടായെങ്കിലേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇവിടെയാണ് ഈ ഒരു 26ന് പറ്റിയ പ്രശ്നം. അപ്പോൾ 26ലേക്ക് ഇനി നമുക്ക് പോകാം. കാർമിക നമ്പറാണ്. അത് കർമ്മത്തിലാണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുക. കർമ്മരംഗത്ത് നിൽക്കുമ്പോൾ കർമ്മത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഇപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. നമ്പർ 26 കാർമിക് നമ്പറാണ് അദ്ദേഹത്തിൻ്റെ. ഇത് സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഭാവി ജീവിതത്തിൽ നിറയെ ഗുരുതരമായ ഉത്കണ്ഠാജനകമായ ഗൗരവമേറിയ അപായ സൂചനകൾ നമ്പർ 26 നൽകുന്നു. മറ്റുള്ളവരുമായുള്ള കൂട്ടുകെട്ട്, ചങ്ങാത്തം, പങ്കാളിത്തം വഴി വലിയ നിർഭാഗ്യം, വിനാശം, അത്യാപത്ത് ഉണ്ടാകുന്നുവെന്ന് ഇത് 26 സൂചന നൽകുന്നു. തെറ്റായ അനുമാനം, ഊഹക്കച്ചവടം, തെറ്റായ ആലോചന, തെറ്റായ പങ്കാളികൾ, തെറ്റായ കൂട്ടുകെട്ട്, സഹകരണം, തെറ്റായ ഉപദേശങ്ങൾ വഴിയൊക്കെ ഒരുവന് തകർച്ച ഉണ്ടാകുവാൻ ഇത് കാരണമായി തീരുന്നു. അതിനുള്ള മുന്നറിയിപ്പാണ് 26 നൽകുന്നത്. ഭാവി ജീവിതത്തെ നമ്പർ 26 സൂചിപ്പിക്കുകയാണെന്ന് വരികിൽ വ്യക്തി ഓരോ ചുവടും വളരെ ശ്രദ്ധയോട് വേണം മുന്നോട്ട് വയ്ക്കുന്നത് ഈ നമ്പർ മുന്നറിയിപ്പ് നൽകുന്നു. നമ്പർ 26 വ്യക്തി ജീവിതത്തിൽ പലവിധ അപകടങ്ങൾ ഉണ്ടാക്കും. അതുപോലെ വിശ്വസിക്കാൻ കൊള്ളാത്തവരുമായുള്ള ചങ്ങാത്തത്തിൽ, പങ്കാളിത്തത്തിൽ പണവും പദവിയും നഷ്ടപ്പെടുമെന്ന് ഈ നമ്പർ മുന്നറിയിപ്പ് നൽകുന്നു. അതുപോലെ നമ്പർ 26 2 + 6 = 8. 8 എന്ന് പറഞ്ഞാൽ ശനിയാണ്. അത് നീതി നിയമത്തിൻ്റെ കാരകനായ ശനിയുടെ നമ്പർ 8ൻ്റെ ശ്രേണിയിൽപ്പെടുന്ന ദോഷകരമായ സംയുക്ത സംഖ്യകളിൽ ഒന്നാണ് 26. ഇത് വ്യക്തിയെ തൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പോലീസ് സ്റ്റേഷനോ കോടതിയോ കയറ്റാറുണ്ട്. അത് മിക്കവാറും കൂട്ടുകെട്ടോ പങ്കാളിത്തമോ തകരുന്നതോടെ ഉണ്ടാകുന്ന നടപടികളുടെ ഭാഗമായിട്ടാകാം സംഭവിക്കാറുള്ളത്. 2 പേരുകൾ തമ്മിൽ ചേരുമ്പോഴും ഈ നമ്പറാണ് വരുന്നതെങ്കിൽ അവർ തമ്മിലുള്ള പങ്കാളിത്തമോ യാത്രാവേളകളോ ഒക്കെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഇത് അപകടമായിട്ട് സംഭവിക്കാം. ഇപ്പോൾ പങ്കാളികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി കേസ് വഴക്കായി വേർപിരിയുന്നതല്ല ആണെങ്കിൽ അങ്ങനെ വേർപിരിയുന്നില്ല എങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് വളരെ സൂക്ഷിക്കണം. അത് ഈ പറയുന്നത് പോലെ അപകടങ്ങൾ ഉണ്ടാക്കി ഒരാളിൽ നിന്ന് വേർപെടാനുള്ള യോഗമായിട്ടത് മാറും. അപ്പോൾ തീർച്ചയായിട്ടും 26 എന്ന് പറയുന്ന നമ്പറിൻ്റെ ശനിയുടെ ദോഷകരമായിട്ടുള്ള അവസ്ഥ ഇവിടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോലീസ് സ്റ്റേഷനോ കോടതി വ്യവഹാരങ്ങളിലോ പെട്ടുപോവുക എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? പങ്കാളികളായ കൂട്ടാളികളാണ്. ഇവിടെ പിടിക്കപ്പെട്ടിട്ടുള്ള പലരും ഇപ്പോൾ സ്വയം പറയുന്നത് ദിലീപിൻ്റെ കൂട്ടുകാരൻ ആണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കൂട്ടാളികൾ, പങ്കാളികൾ, ഇവിടെ അതൊക്കെ ആരോപിക്കപ്പെട്ടതാണ്. ഇവിടെ നമുക്കൊന്നും അറിയില്ല അതിനെക്കുറിച്ച്, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. പക്ഷേ പേരിലൂടെ അത്തരം ആരോപണം എങ്കിലും വരിക എന്ന് പറയുമ്പോൾ അതൊരു ദോഷകരമായ പേരായതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇത് വളരെയധികം നമുക്ക് കൃത്യതയോടുകൂടി ഈ ബുക്കിലൂടെ അത് കിട്ടുന്നു എന്നുള്ളതാണ്. ഓരോ വ്യക്തിയുടെ പേരും നമ്മൾ ഈ തരത്തിൽ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ഈ ഒരു സ്കില്ലിലൂടെ, ഈ ഒരു അറിവിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യവും നിങ്ങൾ ഈ നമ്പറിലൂടെയേ കടന്നു പോകത്തുള്ളൂ. നിങ്ങളുടെ പേര് ഏതാണോ അതിൻ്റെ നമ്പറുകളിലൂടെ മാത്രമേ നിങ്ങൾ കടന്നു പോകാറുള്ളൂ എന്നുള്ളത് കൃത്യമാണ്. ഇതിൻ്റെ 30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇനി ബാക്കി നമുക്ക് തുടരാം. 26 നമ്മൾ നോക്കി. 26 6 32 എന്ന് പറയുന്ന നമ്പറിലേക്ക് നമുക്ക് പോകാം. സൗകര്യക്കുറവുള്ളതുകൊണ്ടാണ് ഇത് ചെറുതാക്കിക്കൊണ്ട് നമ്മൾ ഷോർട്ടാക്കുന്നത്. നിങ്ങൾക്ക് സ്വയം ഈ ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് കൃത്യമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കി എടുക്കുന്നതിനും എഴുതിക്കൂട്ടി നോക്കുന്നതിനും സാധിക്കുന്നതാണ്.
ഇനി നമ്പർ 32 പറയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വിധിസംഖ്യയാണ്. ആത്യന്തിക വിധിസംഖ്യ. ഈ പേരിൻ്റെ വിധി എന്താണ്? ഏകസംഖ്യയായ 5ഉം സംയുക്ത സംഖ്യകളായ 14, 23 പോലെയുള്ള ഒരു മാജിക് നമ്പറാണ് ഈ 32. ഇത് സാധാരണയായി അനേകം സുഹൃത്ത് ബന്ധങ്ങൾ, പല മേഖലകളിലുള്ളവരുമായി വ്യക്തിക്കുള്ള കൂട്ടുകെട്ട് എന്നിവയെ സൂചിപ്പിക്കുന്നു. വ്യക്തി തൻ്റെ സ്വന്തം അഭിപ്രായത്തിലും തീരുമാനത്തിലും ഉറച്ചു നിൽക്കുന്നു ആണെങ്കിൽ മാത്രം പലവിധത്തിലുള്ള ജനസമ്പർക്കങ്ങൾ, കൂട്ടുകെട്ട് വഴി നമ്പർ 32 വളരെ ഭാഗ്യകരമായി വിജയം വരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതേസമയം മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ നമ്മളെ സ്വാധീനിക്കുന്നവരുടെ ബുദ്ധിശൂന്യതയും പിടിവാശിയും മൂലം വ്യക്തിക്ക് പദ്ധതികൾ തകർന്നടിഞ്ഞ് ധാരാളം മാനനഷ്ടം, ധനനഷ്ടമെല്ലാം ഉണ്ടാവും, സമയനഷ്ടം. ഇവിടെ നമ്മളുടെ സമ്പത്ത് മറ്റുള്ളവരാൽ പിടിച്ചു പറിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യാഖ്യാനം ഈ 32ൻ്റെ. അത് ഏത് രൂപത്തിലാണ്? നമ്മളുടെ അവസരങ്ങൾ നാം വിനിയോഗിക്കേണ്ടടുത്ത് മറ്റൊരാൾ അതിനകത്ത് ഇടപെട്ട് അത് നശിപ്പിച്ച് കളയുക. ഉദാഹരണം, ഇന്ന ഷെയറിലേക്ക് നിങ്ങൾ പൈസ ഇടാമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ക്യാൻവാസ് ചെയ്യിച്ച് കൊണ്ട് ഇടിയിച്ച് അവസാനം മുതലുമില്ല പലിശയില്ലാത്ത രീതിയിലേക്ക് നമ്മൾ തകർന്നു പോവുക. അതുപോലെ വസ്തുക്കൾ നമ്മളെ കൊണ്ട് പ്രോപ്പർട്ടീസ് വാങ്ങിപ്പിച്ചിട്ട് പിന്നെ അതിന് ഒരു വിലയും കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുക. ഇതൊക്കെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. കുറേയൊക്കെ അവർ പറയുന്നതിലത്തൊക്കെ വീണു പോവുക എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ബുദ്ധിശൂന്യതയെ കൂടിയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരിക. മൂന്നാമത്, ഈ പറയുന്ന പോലെ ഗ്രാബ് ചെയ്യുന്ന ഒരു സ്വഭാവം. ഉദാഹരണം, ഇപ്പം ഒരു വീട്ടമ്മ, ഒരു സ്ത്രീ റോഡ് സൈഡിൽ നിൽക്കുന്നു, ഒരു ഹെൽമെറ്റ് വെച്ച് 2 പിള്ളേർ വരുന്നു, വഴി ചോദിക്കുന്നു. അവരങ്ങോട്ട് തിരിയുന്ന സമയം കൊണ്ട് കയ്യിലിരുന്ന വിലപിടിപ്പുള്ള അവരുടെ മാല പൊട്ടിച്ച് പറിച്ച് കൊണ്ടുപോകുന്നു. ഇത് സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. നമുക്കെല്ലാം ഇതറിയാവുന്നതാണ്, പത്രവാർത്തകളിലൂടെയൊക്കെ സ്ഥിരം കാണുന്നതാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഗ്രാബ് ചെയ്യുക ഈ 32ൻ്റെ ഒരു സ്വഭാവമാണ്. മറ്റൊരാളിൻ്റെ വിലപിടിപ്പുള്ള, എന്തൊക്കെയാണ് നമുക്ക് വിലപിടിപ്പുള്ള? നമ്മുടെ അഭിമാനം, നമ്മൾ പടുത്തുയർത്തിയ നമ്മളുടെ സ്ഥിതി, വ്യക്തിത്വം, സാമ്പത്തിക നേട്ടം, ഇതൊക്കെ പിടിച്ചു പറിച്ച് കൊണ്ടുപോകുന്ന സ്വഭാവം കാണിക്കുക, മറ്റുള്ളവരാൽ ഗ്രാബ് ചെയ്യപ്പെടുക. അവിടെ അതും ഇത്രയും വർഷമായിട്ട് ഇവിടെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് 26 കർമ്മരംഗമായതുകൊണ്ട് 26 എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഈ പേരിലൂടെ കാലയളവ് എങ്ങനെ നിശ്ചയിക്കാൻ പറ്റുമെന്നുള്ള ചോദ്യത്തിന് ഉദാഹരണമാണിത്. ഇദ്ദേഹം 1991 ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊരു സിനിമയിലേക്ക് കാൽവെക്കുന്നത്. അവിടെ മുതൽ പിന്നെ തിരിഞ്ഞു നോക്കാതെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയാണ്. മനസ്സിലായില്ലേ? അവിടെയൊക്കെ അദ്ദേഹത്തിന് വിജയം ഉണ്ടായി. പിന്നെ പല ഈ മിമിക്രിയിലൊക്കെ ഉള്ള പ്രാക്ടീസ് കൊണ്ടൊക്കെ പല വ്യത്യസ്തങ്ങളായ റോളുകളും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. സ്വതസിദ്ധമായ ഇതിൽ നല്ല രീതിയിൽ അത് വിജയം വരികയും ചെയ്തു. ധൈര്യമായിട്ട് അദ്ദേഹം ആ കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിച്ചു. അതിലൂടെയൊക്കെ അദ്ദേഹം മറ്റൊരു പരിവേഷം അണിയുകയായിരുന്നു. ഒരിക്കലും മറ്റാർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ലെവലിൽ അദ്ദേഹം എത്തിപ്പെടുകയായിരുന്നു ചെയ്ത്. അപ്പം അതിലേക്ക് ആണ് പോകുന്നതെങ്കിലും 1991 മുതൽ തുടങ്ങിയത് ഏകദേശം 26 കൃത്യമായ 26 വർഷം കൊണ്ട് അത് നിലനിന്നു. 26 വർഷം ആയപ്പോഴേക്കും 2017 അപ്പോഴേക്കും അദ്ദേഹത്തിന് അറസ്റ്റ് വരിക്കേണ്ടി വന്നു. അവിടെയാണ് അദ്ദേഹത്തിന് പിന്നെ താഴെ ഇറക്കം ഉണ്ടാകുന്നത്. ആരോഹണത്തിൽ നിന്ന് ഒടുവിൽ അവരോഹണത്തിലേക്ക് 26 മുതലാണ് കേസ്, വഴക്കുകൾ നിരന്തരമായിട്ട്. അപ്പോൾ അതിനെല്ലാം അതിജീവിക്കാൻ വേണ്ടി കയ്യിലിരുന്ന പണമെല്ലാം ഈ 32ൻ്റെ ബലം കൊണ്ട്, ഡെസ്റ്റിനി നമ്പർ 32 അവിടെ എന്ത് പറ്റി? നമുക്ക് അത് കൊടുത്തെങ്കിലേ പറ്റുമെന്ന്, അല്ലെങ്കിൽ മാനനഷ്ടം, ധനനഷ്ടം, സമയനഷ്ടം എല്ലാം ഉണ്ടാകും. ജയിലിൽ പിന്നെയും പോയി കിടക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ കുറ്റം ആരോപിക്കപ്പെട്ടാൽ പോലും നമുക്ക് നഷ്ടങ്ങളാണ്. അതിനെ അവർ ബലപ്പെടുത്താനുള്ള അത് ചങ്ങാത്തമൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കുട്ടികളുമായിട്ടൊക്കെ അദ്ദേഹം, യുവാക്കളുമായിട്ടൊക്കെ ചങ്ങാത്തം കൂടിയത് ഒരു പരിധിവരെ അദ്ദേഹത്തെ മിസ്ഗൈഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ 32 ശരിക്കും നമ്മുടെ കയ്യിലിരുന്ന നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ അഭിമാനം, പണം, ധനം, നമ്മൾ പടുത്തുയർത്തിയ നമ്മളുടെ ആ ഒരു സിനിമാ ലോകത്തെ ആ ഒരു പൊസിഷൻ, ഇതെല്ലാം കവർന്നെടുക്കപ്പെട്ടു 26 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ 26 എന്ന് പറയുന്ന നമ്പർ ഇവിടെ അതിനു വേണ്ടിയിട്ടാണ്, അതുകൂടെയാണ് കാലയളവിനെ കൂടെയാണത് സൂചിപ്പിക്കുന്നത്. 26 വർഷം കൊണ്ട് നേടിയെടുത്തതെല്ലാം പിന്നെ പതുക്കെ കളയേണ്ടി വരിക. പിന്നെ വർഷങ്ങളോളം അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്. ഇനി കാർമിക് നമ്പർ 26 റൂട്ട് നമ്പർ ആക്കുമ്പോൾ ഇവിടെ 2 + 6 = 8 എന്ന ഏകസംഖ്യ അഥവാ റൂട്ട് നമ്പർ ലഭിക്കും. മാറ്റത്തിന് വിധേയമാകാത്ത അവസ്ഥയാണ് റൂട്ട് നമ്പറുകൾ പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ 8 നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശനിയുടെ സംഖ്യയാണ്. ശനി നിയമകാരകനാണ്. പേരുകളിൽ ശനി പ്രബലരായുള്ളവർ യൂണിഫോം ഇട്ട ജോലികൾ ഉള്ളവരായിരിക്കും. പോലീസ്, വക്കീൽ, ജഡ്ജി, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങി സർക്കാർ സേവനങ്ങൾ അവരുടെ കർമ്മരംഗമായിരിക്കും. എന്നാൽ മറ്റു രംഗങ്ങളിൽ സജീവമായവർക്ക് പേരിൽ ശനി വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് കാർമിക് നമ്പറായി വരുന്നവർക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പോലീസ് സ്റ്റേഷൻ, കോടതി വ്യവഹാരങ്ങൾ, ജയിൽവാസം മുതലായ സാഹചര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്.
ഇവിടെ കാർമിക് നമ്പർ 26 അതിൻ്റെ റൂട്ട് നമ്പർ 8 ആണ് ദിലീപിനെ ഇവിടെ എല്ലാം കൊണ്ടെത്തിച്ചത്. കർമ്മരംഗത്തെ റൂട്ട് നമ്പറായ 8 വർഷത്തെ നിയമ പോരാട്ടം ശേഷം കൃത്യം 8 വർഷം തികയുമ്പോൾ ദിലീപ് കുറ്റവിമുക്തനാവുകയാണ്. ആ ദിവസം പോലും ഒരു 8-ാം തീയതിയായിരുന്നു. ശനിയുടെ സ്വക്ഷേത്രമായ മകരം രാശി അതിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഡിസംബർ 8. നോക്കൂ, ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി ദിലീപ് എന്ന പേരിൽ ലോകപ്രശസ്തി ആർജിച്ചപ്പോൾ അതിലെ ദോഷകരമായ ശനിയുടെ സംഖ്യകൾ 26 8 എങ്ങനെ ആ വ്യക്തിക്ക് വിനാശകരമായി ഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ടത്. ഇതാണ് പേരുകളിലെ സംഖ്യകളുടെ സ്വാധീന ശക്തി. ജാതകമോ ജനന തീയതിയോ ഗ്രഹനിലയോ ഒന്നും തന്നെ ഇത്രത്തോളം കൃത്യത കാണിക്കില്ല എന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ഇപ്പം ഈ വ്യക്തി ഇങ്ങനെ ആയിരുന്നു എന്നൊരു ചോദ്യം മനുഷ്യൻ്റെ മനസ്സിലുണ്ടായി തുടങ്ങുന്നു. അതോടുകൂടി ആ ഇമേജ് നഷ്ടപ്പെടുന്നു. അപ്പോൾ ദിലീപിൻ്റെ ഇമേജ് നഷ്ടപ്പെടുകയും ജയിൽവാസം, കോടതി കയറി ഇറങ്ങുക, പോലീസ് സ്റ്റേഷൻ, ജാമ്യത്തിൽ ഇറങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. കയ്യിലിരുന്ന പണമെല്ലാം ഒരുപാട് നഷ്ടപ്പെടുകയും അഭിമാനക്ഷതം ഉണ്ടാകുകയൊക്കെ ചെയ്തു. അതിൻ്റെ പ്രധാന കാരണം ദിലീപ് എന്ന പേര് അദ്ദേഹത്തെ ലോകോത്തരമായിട്ട് ലോകത്തുള്ള ലക്ഷം കോടി ജനങ്ങൾ അദ്ദേഹത്തെ ഒരേപോലെ വിളിച്ചപ്പോൾ അതിൻ്റെ പവർ വളരെ ശക്തിമത്തായിട്ട് അദ്ദേഹത്തിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ 6, 26, 32 നമ്പറുകൾക്ക് മനസ്സിലായല്ലോ ദിലീപ് എങ്ങനെയാണ് ആ ഒരു നെഗറ്റീവിലേക്ക് പോകേണ്ടി വന്നത് എന്നുള്ളത്. പാവം പിടിച്ചവർ ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ശുദ്ധ മനസ്സിലുള്ളവർ ഇങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ പോകുന്ന അവരുടെ പേരുകളിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരു തരത്തിൽ പറഞ്ഞാൽ പേരുകളാണ് നമ്മെ നയിക്കുന്നത് എന്ന് പറയാം. ഒരു വ്യക്തിയുടെ പേരിലൂടെ അയാളുടെ ഭാവിയെക്കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ നെയിം അനാലിസിസ് വഴി സാധിക്കും. ഒരു വ്യക്തി തൻ്റെ പേരിൽ മാറ്റം വരുത്താത്തിടത്തോളം ആ പേരിൻ്റെ സംഖ്യകൾ അയാളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിലെ പല ഉയർച്ച താഴ്ചകളുടെയും അടിസ്ഥാനം പലപ്പോഴും പേരിൽ തന്നെ ഒളിഞ്ഞിരിക്കുമെന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഒരു പേരിലെ സംഖ്യകൾ ആ വ്യക്തിയുടെ ഭാഗ്യത്തെയും അവസരങ്ങളെയും സ്വാധീനിക്കുന്ന അദൃശ്യ ശക്തിയായി പ്രവർത്തിക്കുന്നു. 3 തലങ്ങളിലുള്ള വിശകലനത്തിലൂടെ ജാതകത്തിൻ്റെ സഹായമില്ലാതെ പോലും ഒരു വ്യക്തിയുടെ ഭാവി വിലയിരുത്തുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു പേര് ആ വ്യക്തിക്ക് അനുകൂലമല്ല എന്ന് കണ്ടെത്തുന്ന പക്ഷം അതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ അനുകൂലമായ ജീവിതപാത സൃഷ്ടിക്കാനും ഈ വിദ്യ സഹായകമാകുന്നു. നെയിം അനാലിസിസ് അഥവാ നാമവിശകലന മേഖലയിൽ 30-ലധികം വർഷത്തെ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പുസ്തകങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിലെ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ ഏതൊരാൾക്കും ഒരു വ്യക്തിയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാലേട്ടൻ്റെ നെയിം അനാലിസിസ് ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്ക് നന്ദി. മോഹൻലാലിനെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ഉയർച്ചയിലേക്ക് എത്തിച്ചു എന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് മറ്റൊരു പ്രശസ്ത വ്യക്തി പേരിൻ്റെ സ്വാധീനത്താൽ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകുന്നതും നമ്മൾ പേരിലൂടെ മനസ്സിലാക്കി. പേര് ശരിയായാൽ ജീവിതം മാറും. പേര് പ്രതികൂലമായാൽ ജീവിതത്തിൽ തടസ്സങ്ങളും വർദ്ധിക്കും. ഒരു വ്യക്തിയെ മനസ്സിലാക്കാനുള്ള ഏറ്റവും ലളിതവും ശക്തവുമായ മാർഗമാണ് അയാളുടെ പേര്. ഈ വിഷയത്തെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതുപോലെ നെയിം അനാലിസിസിലൂടെ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അറിയപ്പെടുന്ന വ്യക്തികളുടെ പേരുകൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കുന്നതാണ്. മറ്റൊരു നെയിം അനാലിസിസ് വീഡിയോയുമായി വീണ്ടും കാണാം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.